നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ ദിൽന മധു. ഒരു ചികിത്സാ പിഴവിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. എറണാകുളം വടക്കൻ പറവൂരിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. വടക്കൻ പറവൂർ സ്വദേശി കാവ്യയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ഉണ്ടായെന്നാണ് കാവ്യയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, എപ്പോഴായിരുന്നു കാവ്യയുടെ മരണം? എന്താണ് ബന്ധുക്കൾ പറയുന്നത്? ഇന്നലെ വൈകിട്ട് ആണ് വടക്കൻ പറവൂർ പട്ടണം സ്വദേശിയായിട്ടുള്ള കാവ്യമോൾ 30 വയസ്സായിരുന്നു മരിച്ചത്. ഇതിൽ ഒരു പ്രസവ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വീട്ടുകാരുടെ പരാതി. ഇപ്പോൾ ഡിസംബർ 24-ാം തീയതിയായിരുന്നു വടക്കൻ പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ കാവ്യയെ രണ്ടാമത്തെ പ്രസവത്തിനായി അവിടെ അഡ്മിറ്റ് ചെയ്തത്. അതുവരെ കാര്യമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളും കാവ്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ പ്രസവത്തിന് തൊട്ടു പിന്നാലെ തന്നെ രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു. ഈ രക്തസ്രാവം ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് അത് രക്തം നൽകിയെന്നുണ്ടെങ്കിലും അത് നിയന്ത്രിക്കാനായില്ല, അല്ലെങ്കിൽ അത് ചികിത്സിച്ച് ശരിയാക്കുന്നതിനായി കഴിഞ്ഞില്ല. തുടർന്ന് അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. ഈ ഹൃദയാഘാതം ഉണ്ടായതിനു ശേഷം പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഈ വെന്റിലേറ്ററിലേക്ക് മാറ്റിയതിനു ശേഷവും അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവത്തിൽ അത് കുടുംബാംഗങ്ങളോട് പറയുന്നതിനോ അല്ലെങ്കിൽ ചികിത്സ മാറ്റുന്നതിനോ വേണ്ടിയിട്ട് ആശുപത്രിയുടെ ഭാഗത്തൊരു തയ്യാറായിട്ടുണ്ടായില്ല എന്നുള്ളതാണ് വീട്ടുകാരുടെ പ്രധാനമായിട്ടുള്ള പരാതി. പിന്നെ വെന്റിലേറ്ററിൽ തുടരുന്നു അല്ലെങ്കിൽ അവശത കൂടുന്നു എന്നത് കണ്ടുകൊണ്ടാണ് ഇന്നലെ നഗരത്തിലുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് കാവ്യയെ റെഫർ ചെയ്യുന്നത്. ഈ വെന്റിലേറ്ററിൽ നിന്ന് ഈ ആശുപത്രിയിലേക്ക് എത്തിയെന്നുണ്ടെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഡോൺ ബോസ്കോ ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ ഈ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതും അപൂർവമായി ഇങ്ങനെ പ്രസവത്തിന്റെ സമയത്ത് രക്തസ്രാവം ഉണ്ടാവും, അതാണ് സംഭവിച്ചത് എന്നുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളത്. സാധ്യമായതെല്ലാം ചെയ്തു എന്നുള്ളതുമാണ് ആശുപത്രിയുടെ വാദം. എന്തായാലും പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയെ തുടർന്ന് ഇപ്പോൾ വടക്കൻ പറവൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാനാണ് കുടുംബം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം ആ രക്തസ്രാവം സംഭവിച്ച കാര്യത്തിലടക്കം ഒരു വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും പറയുന്നത്. എറണാകുളം വടക്കൻ പറവൂരിലാണ് പ്രസവത്തിന് പിന്നാലെ 30 വയസ്സുകാരിയായ യുവതി മരിച്ചത്. ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പിഴവുണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. കുടുംബം ആരോഗ്യ വകുപ്പ് മന്ത്രിയടക്കം സമീപിച്ചിട്ടുണ്ട്. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പോറ്റിയെ ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കട്ടവനും വിറ്റവനും കോൺഗ്രസ് എംപിമാരും ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിയത് എങ്ങനെയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഇതിലൊക്കെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത് പോലെയാണ് അന്വേഷണത്തിനായ ആരോപണങ്ങൾ എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ SIT അന്വേഷണത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെടുന്നുണ്ടെന്ന പ്രതിപക്ഷാരോപണത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. സോണിയാഗാന്ധിയുടെ വസതിയിൽ എംപിമാരും ഒന്നിച്ച് പോറ്റിയും കൂട്ടുപ്രതികളും എത്തിയത് പുറത്തു വന്നപ്പോൾ മുതലാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റു മറുപടി കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ആരോപണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആവട്ടെ എന്ന നിലയെടുത്താൽ അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്. അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ എംപിമാരും പ്രതികളും ഒന്നിച്ചെത്തിയതിൽ ഉത്തരം മുട്ടുന്നത് കൊണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ് കേട്ടല്ലേ. അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല, പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? അതിന് മറുപടി പറയാൻ കഴിയാത്തപ്പോൾ പണ്ട് കുട്ടികൾ പറയാറില്ലേ, ഈ ഒന്നും പറയാനില്ല കൊഞ്ഞനം കുത്തുക, ആ ഒരു പരിപാടി സ്വീകരിക്കലാണോ വേണ്ടത്? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ താനോ തന്റെ ഓഫീസോ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിലെത്തിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിനെ ന്യായീകരിച്ചും CPIക്കെതിരായ ചതിയൻ ചന്തു പരാമർശത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞും മുഖ്യമന്ത്രി. CPI ചതിക്കുമെന്നും വഞ്ചന കാട്ടുമെന്നും കരുതുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞത്. എന്നാൽ കാറിൽ കയറ്റില്ലെന്ന് പറയാൻ താൻ ബിനോയ് വിശ്വമല്ല പിണറായി വിജയനാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം.
CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ച വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും നിരാകരിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. CPI എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ആ പാർട്ടി LDFിലെ CPIഎമ്മിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. നല്ല ഊഷ്മളമായ ബന്ധമാണ് മുന്നണി കാര്യത്തിൽ ആ പാർട്ടിയുമായി ഞങ്ങൾക്കുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചനയും ചതിയും കാണിക്കുന്നുവെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല. ചതിയൻ ചന്തു എന്ന പരാമർശത്തിൽ CPIക്കൊപ്പം നിന്ന് മുഖ്യമന്ത്രി പക്ഷേ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയെന്ന വിഷയത്തിൽ ബിനോയ് വിശ്വത്തെ പൂർണ്ണമായും തള്ളി. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെയൊരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറിൽ കയറ്റിലായിരിക്കും. ഞാൻ കാറിൽ കയറ്റിയത് ശരിയാണ്. അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി ആഗോള അയ്യപ്പ സംഗമത്തിലെത്തിയത് തിരിച്ചടിയാണെന്ന വിമർശനമുണ്ടെങ്കിലും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. 24 തിരുവനന്തപുരം. ദ്വാരപാലക ശില്പത്തിലും കട്ടിളപ്പാളിയിലും ഒതുങ്ങുന്നില്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശ്രീകോവിലിന്റെ കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയും കൊള്ളയടിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളിരൂപം എന്നിവയിലെ സ്വർണവും കവർന്നു. കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് SIT ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയിലാണ് SIT നിർണായക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കട്ടിളപ്പാളി ഒറ്റപ്പാളിയല്ല, 7 പാളികളാണ്. ഇവയാണ് ഇളക്കിയെടുത്ത് അമ്പത്തൂരുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്. ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 പാളി, രാശിചിഹ്നങ്ങളുള്ള 2 പാളികളും മുകൾ പടിപ്പാളികളും, വ്യാളി രൂപവും ശിവരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലം, ഇത്രയുമാണ് കട്ടിളപ്പാളിയിൽ ഉൾക്കൊള്ളുന്നതെന്നും ഇത് കവർന്നെന്നുമാണ് SIT പറയുന്നത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിൽ ഇക്കാര്യം വ്യക്തമായെന്നും SIT പറയുന്നു. അതിനിടെ കേസിലെ തൊണ്ടി മുതൽ എത്രയും വേഗം കണ്ടെത്തണമെന്ന് രമേശ് ചെന്നിത്തല. ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ, തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വരണം. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും നൽകിയത് ശബരിമലയിലെ സ്വർണ്ണമെന്ന് ഉറപ്പില്ലെന്നാണ് SIT കോടതിയിൽ അറിയിച്ചത്. ഇരുവരും സ്വർണം ഹാജരാക്കി തന്നതാണെന്നും SIT. പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് 109 ഗ്രാം സ്വർണം, ഗോവർദ്ധൻ ഹാജരാക്കിയത് 474 ഗ്രാം സ്വർണം. ഇരുവരും ഹാജരാക്കിയത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ മുഴുവൻ ഉരുപ്പടികളിലെയും സ്വർണം എന്ന പേരിലാണെന്നും കട്ടിളപ്പാളിയിലും ദ്വാരപാലക പാളികളിലും തൂണുകളിലെ പാളികളിലുമായി ഇതിൽ കൂടുതൽ സ്വർണം നഷ്ടമായെന്നും SIT പറയുന്നു. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തൃപ്തികരമാണെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം അടിസ്ഥാനരഹിതമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അന്വേഷണത്തിന് വേഗം പോരെന്നും വൻ തോക്കുകളെ പിടികൂടുന്നില്ലെന്നുമുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം മുഖ്യമന്ത്രിക്ക് നിഷേധിക്കാനാകുമോ എന്ന് സണ്ണി ജോസഫ് ചോദിച്ചു. ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുത്തിട്ടില്ല. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമായി സൂക്ഷിച്ചത് എന്തിന് എന്നതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സണ്ണി ജോസഫ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അവസാന ബജറ്റ് ജനപ്രിയ ബജറ്റായിരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളപ്രിയവും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതുമായിരിക്കും ബജറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ വായ്പ വെട്ടിയത് കേന്ദ്രത്തിന്റെ ഗൂഗിളിയാണെന്നും മന്ത്രി പരിഹസിച്ചു. ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം വരുമെന്നും KN ബാലഗോപാൽ 24നോട് പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഈ മാസം 29-ന് അവതരിപ്പിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ബജറ്റായതിനാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളും ആശ്വാസ നടപടികളുമാണ് പ്രതീക്ഷിക്കുന്നത്. കേരളപ്രിയവും കേരളത്തിലെ ജനങ്ങൾക്ക് ആകെ ഗുണമുണ്ടാവുന്ന ബഡ്ജറ്റായിരിക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപനം നടത്താൻ സമ്മർദ്ദമുണ്ട്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ എടുക്കാവുന്ന വായ്പ പകുതിയായി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇത്രയും വെട്ടിക്കുറച്ചിട്ടും കേരളം എങ്ങനെയാണ് നിൽക്കുന്നതെന്നാണ് അവരുടെ അത്ഭുതം. അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ ലാസ്റ്റിൽ ഈ ഏറ്റവും ലാസ്റ്റ് ബോള് ബ്രഹ്മാസ്ത്രമോ ഗൂഗിളിയോ ഒക്കെ പറയുമല്ലോ ക്രിക്കറ്റിലാണെങ്കിൽ, അതുപോലെ ലാസ്റ്റ് ഓവറുകളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഗവൺമെന്റ്. കേന്ദ്ര നടപടിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ക്ഷേമ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ധനവകുപ്പിന്റെ പ്രഖ്യാപനം. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. മൂന്നാം തവണയും ഭരണം ലക്ഷ്യമിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ CPM-നെ ആര് നയിക്കുമെന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. താൻ മത്സരിക്കുന്നതിൽ പാർട്ടി തീരുമാനമെടുക്കും. അതിൽ പാർട്ടി വ്യക്തത വരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് പലരും ആലോചിക്കുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഇതേവരെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കും.
അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. ഞാനാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല. ഞങ്ങളൊരു പൊതുരീതി ഞാൻ പറഞ്ഞു. പൊതുവെ ഞങ്ങൾ അത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുക. അതാണ് അതിൻ്റെ പൊതുരീതി. വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിലെ 1ാം ഘട്ട വീടുകൾ ഫെബ്രുവരിയിൽ കൈമാറും. സമഗ്ര പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ പ്രത്യേക അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ 35 ക്ലസ്റ്ററുകളിലായാണ് ടൗൺഷിപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 207 വീടുകളുടെ വാർപ്പ് പൂർത്തിയായി. ബാക്കി വീടുകളുടെ തറകെട്ടുന്ന പണി, കോൺക്രീറ്റ് ഭിത്തി, തേപ്പ്, ടൈൽ പാകൽ, പെയിന്റിങ് എന്നിവ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. മുഴുവൻ നിർമ്മാണങ്ങൾക്കും 5 വർഷത്തേക്ക് കേടുപാടുകളിൽ നിന്നും കരാറുകാർ സംരക്ഷണം നൽകും. 300ഓളം വീടുകളും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തീകരിച്ച് 1ാം ഘട്ടമായി ഫെബ്രുവരിയിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ മാർക്ക് നിശ്ചയിക്കുന്ന രീതിയിൽ മാറ്റം അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. വിദഗ്ധ സമിതിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചാണ് ഉത്തരവിറക്കിയത്. ഇതോടെ മുൻ വർഷങ്ങളിലേതുപോലെ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കീമിൽ മാർക്ക് കുറയില്ല. റാങ്ക് പട്ടിക തയ്യാറാക്കുന്ന പുതിയ രീതി പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്താനും സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച് പരീക്ഷയും നടത്തിയ ശേഷമായിരുന്നു ഫോർമുല പരിഷ്കരിച്ചത്. ഇതേ തുടർന്ന് ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കി പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ തമിഴ്നാട് മാതൃക തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പരോക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം. സാമുദായിക രാഷ്ട്രീയ നേതാക്കളെന്ന് അവകാശപ്പെടുന്നവർ വിദ്വേഷവും വെറുപ്പും വളർത്തുന്നുവെന്നും മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് വിമർശനം. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന യാത്രയ്ക്കിടെയായിരുന്നു വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതുറന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരള യാത്ര നയിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നേറ്റ തിരിച്ചടിയും സാമുദായിക ഏകീകരണവും യാത്രയിലുടനീളം ചർച്ചയാവും. എന്നും LDF-നൊപ്പം നിന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരള യാത്രയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ശ്രദ്ധേയം. ഇതിനിടെ വെള്ളാപ്പള്ളിക്കെതിരെ പരോക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം രംഗത്തെത്തി. സാമുദായിക നേതാക്കൾ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്നാണ് ജാഥ വൈസ് ക്യാപ്റ്റൻ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുടെ ആരോപണം. പല മത സാമൂഹിക രാഷ്ട്രീയ നേതാക്കളെന്ന് അവകാശപ്പെടുന്ന പലരിൽ നിന്നും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും വാക്കുകൾ മതത്തിൻ്റെ പേരിലും പല ആചാരങ്ങളുടെ പേരിലും മനുഷ്യനെ ഛിന്ന ഭിന്നമാക്കുമ്പോൾ അതില്ലാതെ എല്ലാ മനുഷ്യരെയും കോർത്തിണക്കുക എന്നതാണ്. ഉദ്ഘാടന സമ്മേളനത്തോട് യാത്ര തുടങ്ങി 16-ന് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കുന്നതാണ്. ജനങ്ങളുടെ മനസ്സിൽ മനുഷ്യത്വം മരവിച്ചെന്നും ഇതാണ് അധർമ്മത്തിന് കാരണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മനുഷ്യനായി ജീവിക്കണമെന്നും മനുഷ്യന്മാർക്ക് പരസ്പരം മാനസിക മൂല്യങ്ങളിൽ അടിത്തറമാക്കിക്കൊണ്ട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. മംഗലാപുരം ദർഗയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാരും യാത്രാ ചെയർമാൻ കുമ്പോൽ KS ആറ്റക്കോയ തങ്ങളും ചേർന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് പതാക കൈമാറി. സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളാണ് യാത്രയിലെ സ്ഥിരം അംഗങ്ങൾ. മുൻപ് 1999-ലും 2012-ലുമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരള യാത്ര നടത്തിയത്. 24 കാസർഗോഡ്. മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജ് BJP മുഖപത്രമായ ജന്മഭൂമിയിൽ. ജന്മഭൂമിയുടെ കണ്ണൂർ എഡിഷനിലാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും ലീഗ് നേതാവ് MK മുനീറിന്റെയും ലേഖനങ്ങൾ ഉൾപ്പെടെ അച്ചടിച്ചു വന്നത്. പ്രിന്റിംഗ് പ്രസിൽ സംഭവിച്ച സാങ്കേതിക പിഴവ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. കണ്ണൂരിലെ ജന്മഭൂമി വായനക്കാർ രാവിലെ പത്രം കണ്ട് അമ്പരന്നു. എഡിറ്റോറിയൽ പേജ് ചന്ദ്രികയുടേത്. അതിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും MK മുനീറിന്റെയും ലേഖനങ്ങൾ.
പത്രത്തിന്റെ നിലപാട് പറയുന്ന എഡിറ്റോറിയൽ പേജ് ഒഴികെ മറ്റു പേജുകളൊന്നും മാറിയിട്ടുമില്ല. പ്രിന്റിംഗ് പ്രസിൽ വന്ന സാങ്കേതിക പിഴവാണ് പേജ് മാറിയതിന് കാരണമെന്നാണ് വിശദീകരണം. കണ്ണൂരിലെ SRS എന്ന സ്ഥാപനത്തിലാണ് ജന്മഭൂമിയുടെ പ്രിന്റിംഗ് പ്ലേറ്റുകൾ തയ്യാറാക്കുന്നത്. ജന്മഭൂമിയെ കൂടാതെ ചന്ദ്രിക, സുപ്രഭാതം, മാധ്യമം തുടങ്ങിയ പത്രങ്ങളും ഇവിടെ നിന്നാണ് പ്ലേറ്റ് എടുക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം പത്രങ്ങളുടെ പ്ലേറ്റുകൾ തയ്യാറാക്കുന്നതിനിടെ ചന്ദ്രികയുടെ പേജ് ജന്മഭൂമിയുടെ പ്ലേറ്റിലേക്ക് മാറിപ്പോയതാണ് അബദ്ധത്തിന് കാരണമായത്. സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പരിഹാസങ്ങളും വിമർശനങ്ങളും കടുത്തു. BJP കേന്ദ്രങ്ങളിൽ ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പത്രത്തിന്റെ ഗൗരവത്തെ ബാധിക്കുന്ന ഇത്തരം വീഴ്ചകളിൽ മാനേജ്മെന്റ് കർശന നിലപാടിലാണ്. അച്ചടിശാലയോട് ജന്മഭൂമി മാനേജ്മെന്റ് അടിയന്തര വിശദീകരണം തേടിയിട്ടുണ്ട്. 24 കണ്ണൂർ. പുതുവർഷത്തിൽ സ്വർണ്ണവിലയിൽ നേരിയ വർധന. പവന് 120 രൂപ കൂടി 99,040 രൂപയായി. 2026ലും സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. വെള്ളിവില ഗ്രാമിന് 243 രൂപയായി തുടരുന്നു. സ്വർണ്ണവില കുതിപ്പും കിതപ്പും കണ്ട വർഷമായിരുന്നു 2025. പവന് 57,200 രൂപയിലാണ് പോയ പുതുവർഷത്തിൽ സ്വർണ്ണ വ്യാപാര തുടക്കം. 3/4 ലക്ഷം, 1 ലക്ഷം എന്നീ നാഴികക്കല്ലുകൾ കടന്ന സ്വർണം നിക്ഷേപകർക്ക് ഒരു വർഷം കൊണ്ട് ഇരട്ടിയിലേറെ റിട്ടേൺ നൽകി താരമായി. ഡിസംബർ 23-ന് 1 ലക്ഷമെന്ന റെക്കോർഡ് കുറിച്ച സ്വർണം ഡിസംബർ 27-ന് 1,04,040 രൂപ വരെ എത്തിയതിനു ശേഷം കുറഞ്ഞു തുടങ്ങി. വിലക്കയറ്റം മുതലെടുത്ത് ലാഭമെടുപ്പ് കൂടിയതാണ് വില കുറയാൻ കാരണമായത്. ഇന്നലെ 3 തവണയായി ഒരു പവന് കുറഞ്ഞത് 960 രൂപയാണ്. ലാഭമെടുപ്പിന്റെ ഇറക്കം കഴിഞ്ഞതോടെ ഇന്ന് വിലയിൽ നേരിയ വർധനയുണ്ടായി. പവന് 99,040 രൂപയിലും ഗ്രാമിന് 12,380 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം. 2026-ൽ സ്വർണം ഔൺസിന് $5,000 എന്ന നിലയിലേക്ക് വില ഉയരുമെന്നാണ് JP മോർഗന്റെ പ്രവചനം. US ഫെഡറൽ റിസർവ് പലിശ വീണ്ടും കുറച്ചേക്കുമെന്ന സൂചനയും ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അയവില്ലാത്തതും സ്വർണ്ണവില വീണ്ടും കൂട്ടിയേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. വിവാഹ സീസണിലെ വിലക്കയറ്റം സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് വലിയ പ്രതിസന്ധിയാകും. ബിസിനസ് ഡെസ്ക് 24. വർണ്ണാഭമായ റാലിയോടെ കൊച്ചിൻ കാർണിവലിന് സമാപനം. ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് നിന്ന് ആരംഭിച്ച റാലി പരേഡ് ഗ്രൗണ്ടിൽ അവസാനിച്ചു. ആയിരങ്ങളാണ് റാലിയിൽ പങ്കെടുത്തത്. ക്രിസ്മസ് ആഘോഷങ്ങളും പുതുവത്സരാരവങ്ങളും കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിയെ ഇളക്കിമറിച്ച കൊച്ചിൻ കാർണിവലിന് കൊടിയിറങ്ങി. ഡിസംബർ 14-ന് തുടക്കമിട്ട ആഘോഷങ്ങൾക്കാണ് അവസാനമായത്. നിശ്ചല ദൃശ്യങ്ങൾ, കേരളീയ കലാരൂപങ്ങൾ, പ്രച്ഛന്നവേഷം, വാദ്യമേളങ്ങൾ എല്ലാം മാറ്റുകൂട്ടി. ഫോർട്ട് കൊച്ചി അടിപൊളിയല്ലേ, തകർക്കുന്ന നമ്മളെല്ലാവരും ഉണ്ടല്ലോ, തകർക്കാട് വേറെ എന്താ ഉള്ളത്. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ ന്യൂ ഇയർ അടിപൊളിയാണ്, അതിന്റെ അപ്പുറം ഒന്നുമില്ല ഫോർട്ട് കൊച്ചി. പിന്നെ കാർണിവല് ഇപ്രാവശ്യം എല്ലാം നല്ലത് തന്നെയാണ്. ഇപ്രാവശ്യം പപ്പാഞ്ഞെത്തിക്കലെല്ലാം നല്ലത് തന്നെയാണ്. നൂറുകണക്കിന് ആളുകളാണ് കാർണിവൽ സമാപന റാലിയിൽ പങ്കാളികളായത്. പരേഡ് ഗ്രൗണ്ടിൽ തുടർന്ന് സംഗീത നിശയും അരങ്ങേറി. കൊച്ചി. രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് അടുത്ത വർഷത്തോടെ ആരംഭിക്കും. 2027-ലെ സ്വാതന്ത്ര്യദിനത്തിൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഗുവാഹത്തിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് ഉടൻ സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി അടുത്ത വർഷത്തോടെ പ്രവർത്തന സജ്ജമാകും. 2027 ഓഗസ്റ്റ് 15-ന് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി ഘട്ടം ഘട്ടമായാകും കമ്മീഷൻ ചെയ്യുക. ആദ്യഘട്ടത്തിൽ സൂറത്ത് ബിലിമോറ പാതയും തുടർന്ന് വാപ്പി സൂറത്ത് പാതയുമാകും സജ്ജമാകുക. മൂന്നാം ഘട്ടത്തിൽ താനെ അഹമ്മദാബാദ് പാതയിൽ സർവീസുകൾ ആരംഭിക്കും. 2029 ഡിസംബറോടെ പദ്ധതി പൂർണ്ണ സജ്ജമാകും. 508 കിലോമീറ്റർ നീളമുള്ള മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ പാതയിൽ മുംബൈ, താനെ, വിരാർ, സൂറത്ത്, ബറൂച്ച്, വഡോദര, ആനന്ദ്, അഹമ്മദാബാദ്, സബർമതി എന്നിങ്ങനെ 12 സ്റ്റേഷനുകളാകും ഉണ്ടാകുക. തെരഞ്ഞെടുപ്പ് അടുത്ത അസമിനും ബംഗാളിനും പുതുവത്സര സമ്മാനമായി ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനും
അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. ഗുവാഹത്തിയിൽ നിന്നും കൊൽക്കത്തയിലേക്കുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചു. 24 ഡൽഹി. കേരള ബ്ലാസ്റ്റേഴ്സ് നായകൻ അഡ്രിയാൻ ലൂണ താൽക്കാലികമായി ക്ലബ്ബ് വിട്ടു. ലോണിൽ താരം വിദേശ ക്ലബ്ബിലേക്ക് ചേക്കേറും. ആരാധകരെ ഞെട്ടിച്ച നിരാശയിലാക്കി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതുവർഷ ദിനത്തിലെ പ്രഖ്യാപനം. ഇതിഹാസ താരവും നായകനുമായ അഡ്രിയാൻ ലൂണ താൽക്കാലികമായി ക്ലബ്ബ് വിടുന്നു. ഈ സീസണിലെ ശേഷിക്കുന്ന സമയത്തേക്ക് വിദേശ ക്ലബ്ബിലേക്കാണ് ലൂണ ലോണിൽ പോവുക. പരസ്പര ധാരണയോടെ താരവും ക്ലബ്ബും എടുത്ത തീരുമാനമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സമൂഹമാധ്യമ പോസ്റ്റ്. ISL അനിശ്ചിതത്വമാണ് ക്ലബ്ബ് താൽക്കാലികമായി വിടാൻ താരത്തെ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം. 2021 കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ യുറുഗൈൻ താരമായ അഡ്രിയാൻ ലൂണ ക്ലബിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വിദേശ താരമാണ്. വിവിധ ടൂർണമെന്റുകളിലായി 87 മത്സരങ്ങളിലാണ് ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ കുപ്പായമണിഞ്ഞത്. 15 ഗോളുകളും 26 അസിസ്റ്റും സ്വന്തമാക്കി. കഴിഞ്ഞ സീസൺ മുതൽ തന്നെ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. നിലവിൽ വായ്പാ അടിസ്ഥാനത്തിലാണ് ക്ലബ്ബ് വിടുന്നതെങ്കിലും ഇനി താരം തിരിച്ചുവരുമോ എന്ന കടുത്ത ആശങ്കയും ആരാധകർക്കുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. പുതുവത്സര സമ്മാനമായ നിർധന കുടുംബങ്ങൾക്ക് 1000 വീട് വെച്ച് നൽകാൻ 24. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി പ്രേക്ഷകരുടെ പിന്തുണയോടെയാണ് വീടുകൾ നിർമ്മിക്കുക. ഒരുപാട് അപേക്ഷകൾ നമ്മുടെ 24 ഫ്ലവേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീടില്ലാത്തവർ, ഒരു കൂര സ്വന്തമായി ഇല്ലാത്ത ആളുകൾ, അവരുടെ വേദനയാണല്ലോ നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1000 വീടുകൾ കൂടി നിർമ്മിക്കുമെന്ന് ഈ പുതുവത്സര ദിനത്തിൽ ഞാൻ അറിയിക്കുകയാണ്. സമൂഹ നന്മയാണ് ഒരു മാധ്യമത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്ന 24-ൽ നിന്നും ഇതാ ഒരു പുതുവത്സര സമ്മാനം. ഭവനരഹിതരായ 1000 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പുതുവത്സര ദിനത്തിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി പ്രേക്ഷകരുടെ പിന്തുണയോടെ പദ്ധതി സാക്ഷാത്കരിക്കാനാകുമെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. പ്രക്ഷേപകന്റെ ഏറ്റവും വലിയ ചുമതല അവന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകുന്ന മനോഹരമായ കാഴ്ചയിലായിരിക്കും നമ്മുടെ യാത്ര. 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയിൽ പങ്കാളികളാകാൻ താൽപര്യമുള്ളവർ മുന്നോട്ട് വരണമെന്ന് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന 100 വീടുകളുടെ താക്കോൽദാനം നിലവിൽ തുടരുകയാണ്. വ്യവസായി MA യൂസഫലിയുമായി ചേർന്ന് 5 വീടുകളും 24 നിർധനർക്ക് നൽകിയിരുന്നു. MA യൂസഫലിയുമായി ചേർന്ന് ഇനി 10 വീടുകൾ കൂടി നിർമ്മിക്കുമെന്നും ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. 24-ന്റെ പ്രഖ്യാപനത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക് 24. പുതുവർഷത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് കെയർ എടക്കര ശാഖയുടെ 1 ഡേ കളക്ഷൻ ഉദ്ഘാടനവും സമൂഹ കേക്ക് മുറിയും ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ് കമ്പനിയുടെ എടക്കര ശാഖയുടെ കീഴിൽ എടക്കര ബസ് സ്റ്റാൻഡിൽ നടന്നു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് മാനേജർ മനോഹരൻ കരുളായി അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് കെയർ സെക്രട്ടറി നാസർ ടിക്ക്, ബ്രാഞ്ച് മാനേജർ മനോഹരൻ കരുളായും AGM ആർ രതീഷും ചേർന്ന് ഫണ്ട് കൈമാറി. കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടക്കര യൂണിറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സാബിർ മേച്ചേരി പ്രഭാഷണം നടത്തി. എടക്കര ഗ്രാമപഞ്ചായത്ത് അംഗം PK അബ്ദുൽ ഷമീർ, ജെയിംസ് മാവേലി, ജിജി ധനൂപ്, ഐശ്വര്യ എസ് നായർ, ഷിജു കൃഷ്ണദാസ്, അനിത സോണിയ, KK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ചാമത് ഐവിദാസ് പുരസ്കാരം ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. മാധ്യമപ്രവർത്തനത്തിനുള്ള മികവിനുള്ള പുരസ്കാരം 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് ലഭിച്ചു. 10,000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. ഈ മാസം 11-ന് കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കും. മാധ്യമപ്രവർത്തകർ ഈ സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ പ്രഗത്ഭനായ 24 ചാനലിലെ ദീപക് ധർമ്മടത്തെയാണ് നമ്മൾ ഈ അവാർഡിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.